അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാമനാട്ടുകര ഡോക്ടർ അബൂബക്കർ ഹാജിൻ്റെ മകൻ ഡോക്ടർ ഔസാഫിൻ്റെ നിക്കാഹ് ഇന്ന് എല്ലാ വാട്സപ്പുകളിലും പ്രചരിക്കുകയാണ്. അതൊരു വെറൈറ്റി നിക്കാഹായിട്ടാണ് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ അത് പ്രചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് വീഡിയോ കണ്ടിട്ടുണ്ടാകാം. പുതിയാപ്പിള നേരെ മുമ്പിൽ പെണ്ണിനെ ഇരുത്തി ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, എന്തോ നിക്കാഹ് കഴിക്കാൻ സമ്മതമാണോ, പെണ്ണ് മൂളുന്നു, പുതിയാപ്പിളയും മൂളുന്നു, അതെ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഒരു സംവിധാനമാണ്. ചുറ്റും കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളും നിൽക്കുന്ന ഒരു പ്രത്യേക തരം മജ്ലിസായിട്ടാണ് കാണുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് വീഡിയോ കണ്ടപ്പോൾ അതിനെ ഒരു ചെറിയ നിലക്ക് പ്രതികരിക്കുക എന്ന നിലക്ക്, അത് തെറ്റായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക എന്നുള്ള ബാധ്യത ഉണ്ട് എന്ന നിലക്കാണ് ഈ വിഷയം ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ ആദ്യം കണ്ടു നോക്കുക, പിന്നെ അതിൻ്റെ ശേഷം അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഭൂതയുടെ ഉപ്പ അവസാനം നിഹാലിൻ്റെ സുഹൃത്ത് നിക്കാഹ് കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഭൂതയോട് ചോദിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള മഹ്റിന് ഈ വിവാഹത്തിന് ഭൂതക്ക് സമ്മതമാണോ എന്നുള്ളതാണ്. ഈ വിവാഹത്തെ കൂടെ ജീവിക്കാൻ, ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതുമാണ്. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഖൂമു ബിസ്സവാജി വബിതൻകീഹി ബൈന ഹുദാ ബിൻത് റസീന ആയിഷ وأوصاف أحسن ونهال بن فيروز باقوتي وميمونة بمهر مقوم وقالة عنهما. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بينكما في خير. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك في كل أمورنا خاصة في أمرنا هذا وبركة تامة يا ذا الجلال والإكرام. നോക്കൂ, നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ വിശദമായി കണ്ടവരാണ്. ഇതൊരു ഇസ്ലാമികമായ ശരീഅത്ത് പ്രകാരം നടന്ന നിക്കാഹാണോ? ഇത് ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. നിക്കാഹ് കഴിക്കണമെങ്കിൽ, നിക്കാഹ് സ്വഹീഹ് ആകണമെങ്കിൽ, ദാമ്പത്യ ജീവിതത്തിലേക്ക് ഹലാലായ മാർഗത്തിലൂടെ ജീവിതം നയിക്കണമെങ്കിൽ ഇസ്ലാം അതിനിക്ക് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്വീഗ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സ്വീഗ എന്നുള്ളത് സ്വരീഹായ ആ ഖുർആനിൽ പറഞ്ഞ ഉലമാക്കൾ വിശദീകരിച്ച ആ വാക്കിലൂടെ തന്നെ ആയിരിക്കണം. അത് വളരെ ഏറെ സ്പഷ്ടമായ ഒരു വിഷയമാണ്. സവ്വജ്തുക വഅൻകഹതുക എന്ന വാക്കിലൂടെ ആയിരിക്കണം. അതവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്, ഇസ്ലാമിൻ്റെ പ്രമാണം ഹദീസ് കൊണ്ടും ഖുർആന് കൊണ്ടും ഉലമാഇൻ്റെ ഇബാറത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. നിക്കാഹ് കഴിക്കണമെങ്കിൽ പെണ്ണിൻ്റെ വലിയ ഉണ്ടായിരിക്കണം. വലിയ ഇല്ല എങ്കിൽ പിന്നെ അവകാശി ആ നാട്ടിൻ്റെ കാളിയാണ് എന്നുള്ളത് ലോക മുസ്ലിമീങ്ങൾ അനിഷേധ്യമായി നടത്തിക്കൊണ്ടുവരുന്ന വിഷയമാണ്. അതുപോലെ തന്നെ 2 സാക്ഷികളുടെ മുമ്പിൽ നിക്കാഹ് കഴിക്കണം എന്നുള്ളത്.
സുബ്ഹാനല്ലാഹ്, ഇവിടെ സീഗ ശരിയായിട്ടുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. ഹിജാബ് പറയണം വലിയന്റെ ഭാഗത്തിൽ നിന്ന്, അതുപോലെ തന്നെ പുതിയാപ്പളുടെ ഭാഗത്തിൽ നിന്ന് കബൂലായിരിക്കണം. അതിനിക്ക് പ്രത്യേകമായ വാക്യങ്ങൾ, കലിമാത്തുകൾ, അല്ലെങ്കിൽ പ്രത്യേകമായ അതിൻ്റെ ആ വാക്യങ്ങളുടെ തർജുമകൾ, ട്രാൻസ്ലേഷൻ, നേർക്ക് നേരെയുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കണമെന്ന് ഉലമാ വിശദീകരിച്ചതായി കാണാം. അതവിടെ നടന്നിട്ടുണ്ടോ? അത് നടക്കാത്ത കാലത്തെല്ലാം ഇത് ഹലാലായ മാർഗത്തിലൂടെ നടന്ന നിക്കാഹാണ് എന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഒരു പെണ്ണ് അവരുടെ നഫ്സിനെ നിക്കാഹ് കഴിച്ചു കൊടുക്കുക എന്നുള്ളത് പാടില്ല. ആ പെണ്ണ് സ്വയം ശരീരത്തെ ഭർത്താവിനിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുക, അത് ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം പറഞ്ഞത് ആ പെണ്ണിന്റെ വലിയാണ് പുതിയാപ്പിളക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. ഇക്കാര്യം മനസ്സിലാക്കണ്ടേ? ഞാനിത് വെറുതെ പറയുന്നതല്ല. സ്വഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ഞാനിത് പറയുന്നത്, ഞാനിത് വിശദീകരിക്കുന്നത് ജനങ്ങൾ ധരിച്ചു പോകരുത്. യുക്തിക്കനുസരിച്ചിട്ട് മതനിയമങ്ങളെ മാറ്റിമറിക്കുകയും വ്യാഖ്യാനിക്കുകയും യുക്തി അനുസരിച്ചിട്ട് ഓരോരുത്തരും അതിൻ്റെതായ നിയമങ്ങളെ കൈകാര്യം ചെയ്തു പോയാൽ ഇവിടെ ഇസ്ലാം എന്തായി മാറുമെന്നുള്ളതാണ്. പിൻതലമുറ ഭയച്ചു പോകുന്ന ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലാലാകണം, ഒരു അന്യ സ്ത്രീയെ ഹലാലാകണമെങ്കിൽ, ഹലാലായി കിട്ടണമെങ്കിൽ ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ഇസ്ലാം വെച്ചിട്ടില്ലേ? ഒരുപാട് ഫർളുകളുണ്ട്, ഒരുപാട് ഷർത്തുകളുണ്ട്. അത് പാലിച്ചുകൊണ്ടായിരിക്കണ്ടേ ഹലാലായ മാർഗത്തിലൂടെ അത് നേടിയെടുക്കണമെങ്കിൽ. അതല്ല എങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ, ഫാസിദായ മാർഗത്തിലൂടെ, വ്യഭിചാരത്തിൻ്റെ മാർഗത്തിലൂടെ ഇത്തരം കാര്യം കൈകാര്യം ചെയ്താൽ എന്താണ് ഇത്? അപകടത്തിലേക്കല്ലേ സംഭവം എത്തിച്ചേരുക? നോക്കൂ നിങ്ങൾ, സഹീഹായി വന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ, വലിയില്ലാതെ നിക്കാഹ് സ്വഹീഹ് അല്ല. ആ പെണ്ണിന്റെ വലിയ രക്ഷിതാവ് ഇല്ലാതെ ബാപ്പയുണ്ടെങ്കിൽ ബാപ്പ, അല്ലെങ്കിൽ ഉപ്പാപ്പ, അല്ലെങ്കിൽ ആങ്ങളമാർ, സഹോദരന്മാർ, ഇങ്ങനെ വലിയില്ലാതെ നിക്കാഹ് സ്വഹീഹ് അല്ല. ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇനി ആ പെണ്ണിനിക്ക് വലിയ ഇല്ല എന്ന് കണ്ടാൽ വസ്സുൽത്താൻ വലിയുമല്ല വലിയ ലഹു, വലിയില്ലാത്ത രക്ഷിതാവില്ലാത്ത ആളുകൾക്ക് പിന്നെ അവിടെ വലിയ ഖാളിയാണ് എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം, ലാ നിക്കാഹ ഇല്ലാ ബി വലിയൻ വശാഹിദൈ അദ്ലിൻ, വലിയില്ലാതെ നിക്കാഹ് സഹിയല്ല. അതുപോലെ തന്നെ നീതിമാന്മാരായ രണ്ട് സാക്ഷികളുടെ മുമ്പിലും വലിയുമില്ലാതെ നിക്കാഹ് സഹി അല്ല എന്ന് ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. മറ്റൊരു ഹദീസ് കാണാം, ഇബ്നു മാജഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എല്ലാം സഹീഹായ ഹദീസ് തന്നെയാണ്. ലാ തുസവ്വിജുൽ മർഅത അൽ മർഅത, ഒരു പെണ്ണിന് നിക്കാഹ് കഴിച്ചു കൊടുക്കരുത്. ഒരു ഉമ്മ തൻ്റെ സ്വന്തം മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കരുത്. മറിച്ച് ആ പെൺകുട്ടിയുടെ ബാപ്പയാണ്, അല്ലെങ്കിൽ ഉപ്പാപ്പയാണ്, അല്ലെങ്കിൽ സ്വന്തം സഹോദരനാണ്. ഇങ്ങനെ ചില നിയമങ്ങൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല. വലൽ മർഅതു നഫ്സഹ, അതേപോലെ തന്നെ ഒരു പെണ്ണ് സ്വയം ശരീരത്തെ മറ്റൊരു ഭർത്താവിനിക്ക് നിക്കാഹ് ചെയ്ത്, ഒരു പെണ്ണ് സ്വന്തം ശരീരത്തെ ഭർത്താവിനിക്ക് നിക്കാഹ് അല്ലെങ്കിൽ ഒരു പുരുഷനിക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. സഹോദരന്മാരെ, ഇതല്ലാത്ത ശക്തിയില്ലാത്ത, അതുപോലെ തന്നെ വലിയില്ലാത്ത നിക്കാഹ് ബാത്തിലാണ് എന്നുള്ളത് സർവ്വ ഫുഖഹാക്കളും വ്യക്തമായി പറഞ്ഞ ഒരു വിഷയമാണ്. അതുകൊണ്ട് ആരും ഇത്തരം നിക്കാഹ് വഞ്ചിതരായി പോകരുത്. രാമനാട്ടുകര ഡോക്ടർ അബൂബക്കർ ഹാജിയുടെ മകൻ ഔസാഫിൻ്റെ നിക്കാഹാണെന്നാണ് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ സ്വീക ശരിയായിട്ടുണ്ടോ, വലിയ ഉണ്ടോ, സാക്ഷി ഒരു വേള പരിസരത്തുള്ള ആളുകളെ ആണ് എന്ന് ഒപ്പിക്കാം. പക്ഷെ അവിടെ വലിയില്ലാതെ നിക്കാഹ് കഴിച്ചു കൊടുത്തത് ഏത് അടിസ്ഥാനത്തിലാണ്? ഏത് ഇസ്ലാമികമാണത്? അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുമാറാകട്ടെ.